ഹലോ, നമസ്കാരം ഞങ്ങളെ. അപ്പൊ ഇന്ന് ഞാനേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടോ. അപ്പൊ വീടെടുക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യമായിട്ട് വന്നിട്ടുള്ളേ. അപ്പൊ വേറൊന്നല്ല, നമ്മള് വീടെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ ഞാൻ അത് കാണിച്ചു തരാം. കേട്ടോ, ഈ ബാത്റൂം ഇപ്പൊ ആദ്യം ഞങ്ങൾ ഒരു 8 അടിക്ക് ഒട്ടിച്ച ബാത്റൂം ആട്ടോ. അപ്പൊ പിന്നീട് ക്ലയന്റ് പറഞ്ഞു അത് മേലോളം ഒട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മേലോളം ഒട്ടിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങള് മേലോളം ആദ്യമേ തന്നെ നമ്മള് ബാത്റൂമെല്ലാം ചെയ്യുന്ന സമയത്തെ ഒന്ന് ശ്രദ്ധിക്കുക, മേലോളം ഒട്ടിക്കേണ്ടതാണോന്ന്. അന്നത്തെ കുട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിടുക. കാരണം അതിന്റെ മേലെ കുട്ടിയിട്ടിട്ടെ പിന്നെ അതിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിയിടുന്ന പൈസ നഷ്ടവും, പ്രൈമറിന്റെ പൈസ, ലേബർ, പിന്നെ അത് ചൊരണ്ട വേറെ പൈസ കൊടുക്കണം. അപ്പൊ ആദ്യമേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. പലരും അത് ചിന്തിക്കുന്നില്ല. ഇപ്പോഴും പല വീടുകളിലും ചെല്ലുമ്പോൾ 6 അടി ഹൈറ്റില് ടൈൽസ് ഒട്ടിക്കാൻ പാകത്തിന് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നോർമല് ടൈൽ ഒട്ടിക്കുന്നത് 4x2 ടൈലാന്ന് വോളായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ 4 ടൈൽ എന്തായാലും 8 അടിക്ക് എന്തായാലും ടൈൽ ഒട്ടിക്കും. അപ്പൊ ബാത്റൂമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ 8 അടി കഴിഞ്ഞിട്ട് പുട്ടിയിടുക. ഇനിയിപ്പം മേലോളം ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പുട്ടിയിടുന്ന ആൾക്കാരോട് പറയുക, നമുക്ക് മേലോളം ഒട്ടിക്കാനുള്ള അവിടെ ബാത്റൂമിൽ സീലിംഗ് മാത്രം പുട്ടിയിട്ടാൽ മതി. ഇനി സീലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സീലിംഗിൽ പുട്ടിയിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കട്ടെ, 5 ബാത്റൂം ഒരു വീട്ടിലുണ്ടെങ്കിൽ എത്ര കിലോ പുട്ടിയും അല്ല ലേബറും പ്രൈമറും എത്ര നഷ്ടാന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് കുറെ എന്താ പറയാ പൈസ ലാഭം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നവർക്കും കുറച്ച് പണി എളുപ്പമായിരിക്കും. ഇത് ചിപ്പ് ചെയ്യുമ്പോൾ ഉള്ള പൊടി മൊത്തം നമ്മുടെ മൂക്കിലെ കയറുക. എത്ര കിട്ടിയാലും ഈ ബാത്റൂമിന്റെ ഉള്ളിൽ പൊടി കുടുങ്ങിയിട്ടേ നമ്മുടെ മൂക്കിലെ കയറുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.